അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ഒളിയങ്കര മഖാമിലാണ്. ചെറുകുന്നിലുള്ള ഒളിയങ്കര മഖാമിലാണ് ഇന്നത്തെ സിയാറത്ത്. നമ്മളിവിടെ പള്ളിയാണ് കാണുന്നത്. കയറുമ്പോൾ തന്നെ അതിബൃഹത്തായ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള പള്ളിയാണ്. കൂടെ വലതുവശത്തായി ഖബർസ്ഥാനാണ്. ഒരുപാട് ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ മുന്നിൽ. നമുക്ക് ഖബറാളികൾക്ക് ഒരു ഫാത്തിഹ ഓതാം. അവിടുന്ന് നമ്മൾ കയറുമ്പോൾ വലത്തോട്ടായി ഒരു വഴി കാണുന്നു. അത് പള്ളിയിൽ പ്രവേശിക്കാതെ പുറമേ നിന്ന് വരുന്നവർക്ക് മക്കാമിൽ കയറാനുള്ള വഴിയാണ്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. പിന്നെ നമുക്ക് പള്ളിയാണ് കാണുന്നത്. അതിന് കൂടെ തന്നെ ഒരു കുളവും കാണുന്നു. വളരെ വലിയൊരു കുളമാണ്. മുമ്പൊക്കെ ഒരുപാട് ഉപയോഗിച്ച ഒരു കുളം തന്നെയാണ് കാണുന്നത്. നല്ല ഭംഗിയായി കെട്ടി വൃത്തിയാക്കിയ ഒരു കുളമാണ്. ഇവിടെ മുന്നേ ദർസൊക്കെയുള്ള ഒരു പള്ളിയാണ്. പള്ളിയിലേക്കുള്ള പ്രവേശന കവാടമാണിത്. പള്ളിയിലേക്ക് കയറാനുള്ള സൗകര്യമാണിത്. പള്ളിയിൽ നിന്നും നമുക്ക് മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. ഇവിടെയും ഖബർസ്ഥാനാണെന്ന് തോന്നുന്നു. അതുപോലെ നല്ല ഭംഗിയായി കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് പള്ളിയിൽ നിന്നും മക്കാമിലേക്ക് പോകുന്ന വഴിയാണ്. ഈ സ്ഥലത്ത് കൂടിയാണിത്. അൽഹംദുലില്ലാ, ഇത് മക്കാമാണ്. ബഹുമാനപ്പെട്ട, വളരെ മഷഹൂറായ ബഹുമാനപ്പെട്ടവരുടെ പേരുകൾ ലഭ്യമല്ല. ചരിത്രം അധികം ആൾക്കാർക്കും അറിയാറില്ല. നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ മദദിനായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും അല്ലാഹു തആല ഈ ബഹുമാനപ്പെട്ട മക്കാമിൽ എത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് അവരുടെ പേരിൽ ഫാത്തിഹകൾ ഓതാം. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ സിയാറത്ത് അല്ലാഹു തആല എപ്പോഴും നമുക്ക് ഭാഗ്യങ്ങൾ നൽകട്ടെ. ഒരുപാട് കറാമത്തുകളുള്ള ഒരു മക്കാമാണ്. ഇത് സ്ത്രീകൾക്കുള്ള പ്രവേശനമാണ്. ഇതിലെ കൂടിയാണ് സ്ത്രീകൾക്ക് സിയാറത്തിനായി വരാനുള്ള സൗകര്യം. കുളത്തിന് സൈഡിലൂടെ നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതാം.